So next we can see how urine formation takes place. അല്ലെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷനിങ് എങ്ങനെയാണ് നടക്കുക. ദാറ്റ് ഇസ് ദ പോർഷൻസ് ദാറ്റ് വി ആർ ഡീലിംഗ് ഇൻ ദിസ് ക്ലാസ്. സോ യൂറിൻ ഫോർമേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതിന് ഏതൊക്കെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാമാണ് കാണുന്നത്. സോ ദർ ആർ 3 processes of urine formation: glomerular filtration, reabsorption, tubular secretion. ഇങ്ങനെ 3 പ്രോസസ്സായിട്ട് അതിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. So first we can see what is glomerular filtration. Glomerulus എന്താണെന്ന് നമ്മൾ കണ്ടു. ബൗമൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലുള്ള കാപ്പിലറീസിനെയാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. സോ ഈ ഗ്ലോമറുലസിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് വരുന്ന പ്രോസസ്സാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഗ്ലോമറുലാർ കാപ്പിലറി ബ്ലഡ് പ്രഷർ കോസസ് ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ത്രൂ 3 layers. അപ്പോൾ ഗ്ലോമറുലാർ കാപ്പിലറിയിൽ കൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ബ്ലഡ് ആണ്. ഈ ബ്ലഡ് 3 layers, ഗ്ലോമറുലസിൻ്റെ 3 layers കൂടെ ആണ് ഫിൽട്ടർ ചെയ്ത് പോവുക. ആ 3 layers ഏതൊക്കെയാണ്? ഒന്ന് ഗ്ലോമറുലാർ ബ്ലഡ് വെസലിൻ്റെ എൻഡോതീലിയം, പിന്നെ ഫിൽട്ടർ ചെയ്ത് വരുന്നത് ബൗമൻസ് ക്യാപ്സ്യൂളിലേക്കാണ് അല്ലേ. ബൗമൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലത്തെ ഭാഗം എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ പുറത്തെ ഭാഗമാണ് അല്ലേ, ഈ ഉൾക്കപ്പാണ്. ദാറ്റ് ഈസ് എപ്പിത്തീലിയം ഓഫ് ബൗമൻസ് ക്യാപ്സ്യൂൾ. ഇതിൻ്റെ 2 ലെയേഴ്സിൻ്റെ ഇടയിൽ ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിൻ. അങ്ങനെ ഈ 3 ലെയേഴ്സിൽ കൂടിയാണ് ആക്ച്വലി ഗ്ലോമറുലസിലുള്ള ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് വരുന്നത്. 3 layers ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? എൻഡോതീലിയം ഓഫ് ഗ്ലോമറുലാർ ബ്ലഡ് വെസൽസ്, എപ്പിത്തീലിയം ഓഫ് ബൗമൻസ് ക്യാപ്സ്യൂൾ ആൻഡ് എ ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഇൻ ബിറ്റ്വീൻ എൻഡോതീലിയം ആൻഡ് എപ്പിത്തീലിയം. ഈ 3 ലെയേഴ്സിൽ കൂടിയാണ് ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത്. എപ്പിത്തീലിയൽ സെൽസ്, അതിനെ പോഡോസൈറ്റ്സ് എന്നും പറയുന്നു, ഓഫ് ദ ബൗമൻസ് ക്യാപ്സ്യൂൾ ആർ അറേഞ്ച്ഡ് ഇൻ ആൻ ഇൻട്രിക്കേറ്റ് മാനർ ലീവിങ് സം മൈന്യൂട്ട് സ്പേസസ് കോൾഡ് ഫിൽട്രേഷൻ സ്ലിറ്റ്സ് ഓർ സ്ലിറ്റ് പോസ്. അപ്പോൾ ബൗമൻസ് ക്യാപ്സ്യൂളിലെ എപ്പിത്തീലിയൽ സെല്ലിൻ്റെ ഇടയിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഇടയിലുണ്ട്. ആ ഓപ്പണിങ്സിനെയാണ് ഫിൽട്രേഷൻ സ്ലിറ്റ്സ് എന്ന് പറയുക. അപ്പോൾ അതിൽ കൂടിയാണ് ഫിൽട്ടർ ചെയ്ത് വരിക. നമ്മൾ സാധാരണ അരിപ്പയിൽ കൂടെ ഫിൽട്ടർ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും അങ്ങനെ ചെറിയ ചെറിയ ഓപ്പണിങ്സ് അതിൻ്റെ ഇടയിലുണ്ട്. അതിൽ കൂടെയാണ് ബ്ലഡിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് വരിക. ഓൾമോസ്റ്റ് ഓൾ കോൺസ്റ്റുവൻസ് ഓഫ് ബ്ലഡ് പ്ലാസ്മ എക്സെപ്റ്റ് ദ പ്രോട്ടീൻസ് പാസ് ഓൺ ടു ദ ലൂമൻ ഓഫ് ബൗമൻസ് ക്യാപ്സ്യൂൾ. അപ്പോൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ ബ്ലഡിൽ നിന്നാണ് ഫിൽട്ടർ ചെയ്ത് വരുന്നത്. ബ്ലഡിലുള്ള പ്ലാസ്മ ഒഴികെ, പ്ലാസ്മയിലുള്ള ഓൾമോസ്റ്റ് ഓൾ കോൺസ്റ്റുവൻസ്, പക്ഷേ പ്രോട്ടീൻസ് ഒഴികെ, ബ്ലഡ് പ്ലാസ്മയിലുള്ള പ്രോട്ടീൻസ് ഒഴികെ ബാക്കി ബ്ലഡിലുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ ഇൻഗ്രീഡിയൻസും എന്തിലേക്ക്, ബൗമൻസ് ക്യാപ്സ്യൂളിലേക്ക് ഫിൽട്ടർ ചെയ്ത് വരും. ബ്ലഡ് പ്രോട്ടീൻസ് മാത്രം ഫിൽട്ടർ ചെയ്ത് വരില്ല. About 1100 to 1200 ml of blood is filtered by kidneys per minute. അപ്പോൾ ഒരു മിനിറ്റിൽ ഓൾമോസ്റ്റ് 1100 to 1200 ml ബ്ലഡ് ആണ് ഫിൽട്ടർ ചെയ്യുന്നത്. ഒരു മിനിറ്റിൽ ഫിൽട്ടർ ചെയ്യുന്നതാണ്. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് 1/5 of the blood pumped out by each ventricle of the heart in a minute. അപ്പോൾ ഒരു മിനിറ്റിൽ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ 1/5 ബ്ലഡ് എല്ലാ മിനിറ്റിലും കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ 1/5 ബ്ലഡ് കിഡ്നി എല്ലാ മിനിറ്റിലും, ഓരോ മിനിറ്റിലും ഫിൽട്ടർ ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. ദ എമൗണ്ട് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോംഡ് പെർ മിനിറ്റ് ഈസ് കോൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഓർ GFR. അപ്പോൾ ഓരോ മിനിറ്റിലും ഫിൽട്ടർ ചെയ്ത് വരുന്നതിന് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്നാ പറയുക. ഫിൽട്ടർ ചെയ്ത് വന്ന് കിട്ടുന്നതിന് അത് എന്തായിരിക്കും? ബ്ലഡ് പ്ലാസ്മയിലുള്ള എല്ലാ സാധനങ്ങളും ഫിൽട്രേറ്റിൽ ഉണ്ടാവും എക്സെപ്റ്റ് ബ്ലഡ് പ്രോട്ടീൻസ്. അപ്പോൾ ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഓരോ മിനിറ്റിലും ഫോം ചെയ്യുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൻ്റെ എമൗണ്ട്, അതിൻ്റെ അളവിനെയാണ് GFR ഓർ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. എ നോർമൽ ഇൻഡിവിജ്വലിൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 125 ml per minute. അതായത് ഒരു ദിവസം 180 ലിറ്റേഴ്സ് ആണ്. 180 ലിറ്റേഴ്സ് പെർ ഡേ. ഇത്രയും ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഒരു ദിവസം ഫോം ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റിൽ 125 ml ഫോം ചെയ്യുന്നുണ്ട്. 180 ലിറ്റേഴ്സ് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡെയിലി. അപ്പോൾ ഇത്രയും ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിലും 99% ഓഫ് ദിസ് ഇസ് റീഅബ്സോർബ്ഡ് ബൈ ദ റീനൽ ട്യൂബ്യൂൾസ്. അപ്പോൾ ഇത്രയൊന്നും യൂറിനായിട്ട് പാസ് ചെയ്ത് പോവില്ല. അതിൻ്റെ 99% തിരിച്ച് റീനൽ ട്യൂബ്യൂൾസ് അബ്സോർബ് ചെയ്യും. അപ്പോൾ നോർമലി വോളിയം ഓഫ് യൂറിൻ റിലീസ്ഡ് ഈസ് 1.5 ലിറ്റർ മാത്രമാണ്. 180 ലിറ്റേഴ്സ് ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിലും
യൂറിനായിട്ട് പാസ് ചെയ്യപ്പെടുന്നത് 1.5 ലിറ്റേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പ്രോസസ്സിൽ 99% ഈ ഫിൽട്രേറ്റിനെ 99% റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ഫ്രം ദ ഫിൽട്രേറ്റ്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, സോഡിയം അയോൺസ് എക്സെട്ര ആർ റീഅബ്സോർബ് ആക്റ്റീവ്ലി, ആക്റ്റീവ് അബ്സോർപ്ഷൻ വഴിയും, ആൻഡ് നൈട്രോജനസ് വേസ്റ്റ് ആർ അബ്സോർബ് പാസീവ്ലി. ഈ രണ്ട് മെത്തേഡ് വഴിയും ഈ മോളിക്യൂൾസ് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഫിൽട്രേറ്റിലുള്ള ഈ സാധനങ്ങൾ തിരിച്ച് ബോഡി അബ്സോർബ് ചെയ്യും. അത് നമുക്ക് കളയേണ്ടതല്ല, അതുകൊണ്ടാണ് തിരിച്ച് ബോഡിക്ക് ആവശ്യമുള്ളതാണ്, അതുകൊണ്ട് തിരിച്ച് അബ്സോർബ് ചെയ്യും. അപ്പോൾ രണ്ടും അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. പാസീവ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഒക്കേഴ്സ് ഇൻ ദ ഇനീഷ്യൽ സെഗ്മെന്റ്സ് ഓഫ് നെഫ്രോൺ. അപ്പോൾ വെള്ളവും വാട്ടറിൻ്റെയും പാസീവ് റീഅബ്സോർപ്ഷൻ നെഫ്രോണിൻ്റെ ആദ്യത്തെ സെഗ്മെന്റുകളിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫിൽട്രേറ്റ് ഫോം ചെയ്തു എന്ന് വെച്ചിട്ട് അത്രയും യൂറിൻ പുറത്തേക്ക് വരില്ല. അതിന് 99% റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആ ഫിൽട്രേറ്റിലുള്ള ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, സോഡിയം അയോൺസ്, ദെൻ നൈട്രജനസ് വേസ്റ്റ്, ചെറിയൊരു അംശം അതും ആവശ്യമാണ്, യൂറിയ, അതെല്ലാം തിരിച്ച് അബ്സോർബ് ചെയ്യുന്നുണ്ട്. വാട്ടറും റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. PCT, അതായത് പ്രോക്സിമൽ കൺവലേറ്റഡ് ട്യൂബിൾ, ബൗമൻസ് ക്യാപ്സ്യൂളിനോട് ചേർന്ന ട്യൂബിളാണ് പ്രോക്സിമൽ കൺവലേറ്റഡ് ട്യൂബിൾ. ഇറ്റ് റീഅബ്സോർബ്സ് മോസ്റ്റ് ഓഫ് ദി ന്യൂട്രിയൻസ് ആൻഡ് 70 to 80% ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് വാട്ടർ. അപ്പോൾ മോസ്റ്റ് ന്യൂട്രിയൻസും ഇലക്ട്രോലൈറ്റ്സും വാട്ടറും 80% ഒക്കെ ഇതൊക്കെ റീഅബ്സോർബ് ചെയ്യുന്നത് PCTയിൽ തന്നെയാണ്. ബൗമൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞ ഉടനെ, അതായത് ഫിൽട്രേറ്റ് ഫോം ചെയ്ത ഉടനെ തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം ഓഫ് PCT ഇൻക്രീസസ് സർഫസ് ഏരിയ ഫോർ റീഅബ്സോർപ്ഷൻ. അപ്പോൾ റീഅബ്സോർപ്ഷൻ എത്ര സർഫസ് ഏരിയ കൂടുന്നു അത്രയും റീഅബ്സോർപ്ഷൻ ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ റീഅബ്സോർപ്ഷൻ സർഫസ് ഏരിയ കൂട്ടാൻ, PCTയുടെ സർഫസ് ഏരിയ കൂട്ടാൻ സഹായിക്കുന്നത് അവിടുത്തെ എപ്പിത്തീലിയം നമ്മൾ പലതരം എപ്പിത്തീലിയംസ് പഠിച്ചു. അതിൽ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയാണ്. സിമ്പിൾ ക്യൂബോയിഡൽ, ക്യൂബ് ഷേപ്ഡ് ആണ്. അതിൻ്റെ ബോർഡേഴ്സിൽ ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്, ബ്രഷ് ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ആ എപ്പിത്തീലിയം ആണ് സർഫസ് ഏരിയ കൂട്ടുന്നത് PCTയുടെ. അങ്ങനെ റീഅബ്സോർപ്ഷൻ കുറച്ചും കൂടിയും ഇഫക്റ്റീവായിട്ട് നടക്കും. ദെൻ ലൂപ്പ് ഓഫ് ഹെൻലി ഓർ ഹെൻലീസ് ലൂപ്പ് മെയിൻറ്റെയിൻസ് ഹൈ ഓസ്മോളാരിറ്റി ഓഫ് മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. അപ്പോൾ കിഡ്നിയുടെ രണ്ട് പാർട്സ്, മെഡുലയും കോർട്ടെക്സ് ഉണ്ട്. മെഡുലറി റീജിയനിൽ ഇടയിലുള്ള സ്പേസസിലുള്ള ഫ്ലൂയിഡാണ് മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡിലുള്ള ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ഹെൻലീസ് ലൂപ്പാണ്. അപ്പോൾ ഹെൻലീസ് ലൂപ്പിന് രണ്ട് ലിംബ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് അസെൻഡിങ് ലിംബും ഒന്ന് ഡിസെൻഡിങ് ലിംബും. ഡിസെൻഡിങ് ലിംബാണ് ആദ്യത്തെ ലിംബ്, മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്നത്. അടുത്ത ലിംബാണ് അസെൻഡിങ് ലിംബ്. അപ്പോൾ ഡിസെൻഡിങ് ലിംബിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് പെർമിയബിൾ ടു വാട്ടർ. അത് വെള്ളത്തിനെ ഈസിലി കടത്തിവിടും. പെർമിയബിൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ മെംബ്രെയിനിൽ കൂടെ കടത്തിവിടുന്നു. ഡിസെൻഡിങ് ലിംബിൻ്റെ മെംബ്രെയിനിൽ കൂടെ കടത്തിവിടും. ബട്ട് ഓൾമോസ്റ്റ് ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ്. അത് ഇലക്ട്രോലൈറ്റ്സിനെ കടത്തിവിടില്ല. ദിസ് കോൺസെൻട്രേറ്റ്സ് എ ഫിൽട്രേറ്റ്. അപ്പോൾ വെള്ളം അതിൽ കൂടെ കുറേ പുറത്തേക്ക് വരും. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് പുറത്ത് പോകാതിരിക്കുമ്പോൾ ആ ഫിൽട്രേറ്റ്, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, വെള്ളം കുറഞ്ഞ് കഴിയുമ്പോൾ അത് കോൺസെൻട്രേറ്റഡ് ആവും, വെള്ളം കൂടുമ്പോൾ ഡൈല്യൂട്ടഡ് ആവും. അപ്പോൾ ഇവിടെ വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ അത് ഫിൽട്രേറ്റ് കോൺസെൻട്രേറ്റഡ് ആവും. എവിടെ? ഹെൻലീസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബിൽ ഫിൽട്രേറ്റ് കോൺസെൻട്രേറ്റഡ് ആവും. കാരണം ഇറ്റ് ഈസ് പെർമിയബിൾ ഓൺലി ടു വാട്ടർ. അപ്പോൾ വെള്ളത്തിനെ മാത്രമേ പുറത്തേക്ക് കടത്തി വിടുള്ളൂ, ഇലക്ട്രോലൈറ്റ്സിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അത് അവിടെ തങ്ങി നിൽക്കും. അപ്പോൾ വെള്ളം കുറയുമ്പോൾ അത് കോൺസെൻട്രേറ്റഡ് ആവും കൂടുതൽ. ബട്ട് ഇൻ അസെൻഡിങ് ലിംബിൽ എങ്ങനെയാണ്? റീഅബ്സോർപ്ഷൻ വളരെ കുറവേ നടക്കുള്ളൂ. ഇറ്റ് ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ. അത് വാട്ടറിനെ കടത്തിവിടില്ല. ബട്ട് അലൗസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്സിനെ കടത്തിവിടും. സോ ഫിൽട്രേറ്റ് ഗെറ്റ്സ് ഡൈല്യൂട്ടഡ്. അപ്പോൾ ഇവിടെ ഫിൽട്രേറ്റ് ഡിസെൻഡിങ് ലിംബിൽ കോൺസെൻട്രേറ്റഡ് ആയിരുന്നെങ്കിൽ അസെൻഡിങ് ലിംബിൻ്റെ പ്രത്യേകത കാരണം ഫിൽട്രേറ്റ് അവിടെ ഡൈല്യൂട്ടഡ് ആവും. കാരണം വെള്ളത്തിനകത്തേക്ക് എപ്പോഴും കടത്തിവിടുന്നതുകൊണ്ട്. ഇൻ DCT, അപ്പോൾ ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂളിൽ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം അയോൺസ് ആൻഡ് വാട്ടർ ടേക്സ് പ്ലേസ്. അവിടെ സോഡിയം അയോൺസും വാട്ടറും റീഅബ്സോർബ് ചെയ്യപ്പെടാം. കളക്ടിംഗ് ഡക്ട് എക്സ്റ്റെൻസ് ഫ്രം കോർട്ടെക്സ് ടു ഇന്നർ പാർട്ട് ഓഫ് മെഡുല. ഇറ്റ് റീഅബ്സോർബ്സ് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ടു കോൺസെൻട്രേറ്റ് യൂറിൻ. അപ്പോൾ കളക്ടിംഗ് ഡക്റ്റിൽ ബാക്കിയുള്ള വാട്ടർ റീഅബ്സോർബ് ചെയ്യപ്പെടും. അങ്ങനെ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആയിട്ട് മാറും. ഇറ്റ് ഓൾസോ allows passage of small amounts of urea into medullary interstitium to keep up the osmolarity. അപ്പോൾ എക്സ്ക്രീറ്റ് ചെയ്യാൻ വെച്ച യൂറിയയുടെ ചെറിയൊരു അംശം മെഡുലറി റീജിയനിലുള്ള ഇൻറ്റർസ്റ്റീഷ്യസ് ഫ്ലൂയിഡിലേക്കും കൊടുക്കും. അപ്പം അങ്ങനെ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അത് ആവശ്യമാണ്. Cells of PCT and DCT maintain ionic and acid-base balance of body fluids by selective secretion of hydrogen ions, potassium ions and ammonia into the filtrate and absorption of bicarbonate ions from it. അപ്പോൾ ഓരോ സ്റ്റേജസിലും ഓരോരോ കാര്യങ്ങൾ നടക്കുക. നേരത്തെ വാട്ടർ കുറേ റിമൂവ് ചെയ്തു,
ഫിൽട്രേറ്റിനെ കോൺസെൻട്രേറ്റഡ് ആക്കി ഡിസെൻഡിങ് ലിംബിൽ. പിന്നെ അസെൻഡിങ് ലിംബിൽ എന്ത് ചെയ്തു, വാട്ടർ കൂടുതൽ ആഡ് ചെയ്തു, ഫിൽട്രേറ്റിനെ ഡൈല്യൂട്ടഡ് ആക്കി. അത് കഴിഞ്ഞിട്ട് കളക്ടിങ് ഡക്റ്റിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് യൂറിയ അതിൻ്റെ കിഡ്നിയുടെ ഇൻഡസ്ട്രിയൽ സ്പേസസിലേക്ക് കൊടുത്ത് അവിടുത്തെ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ പി സി ടി സെൽസിൽ പി സി ടി ടിയും ഡി സി ടിയും സെൽസ് എന്താ ചെയ്യുക, അവിടെ അവർ അയണിക് ബാലൻസും ആസിഡ് ബാലൻസും പി എച്ച് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യും. എങ്ങനെ? ഹൈഡ്രജൻ അയോൺ സെക്രേറ്റ് ചെയ്ത്, പൊട്ടാസ്യം അയോൺ സെക്രേറ്റ് ചെയ്ത്, അമോണിയ ഒക്കെ സെക്രേറ്റ് ചെയ്തിട്ട് ഫിൽട്രേറ്റിലേക്ക് സെക്രേറ്റ് ചെയ്യും. ഫിൽട്രേറ്റ് എന്നുള്ള ബൈകാർബൺ അയോൺസ് റിമൂവ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെ അവർ സോഡിയം പൊട്ടാസ്യം ബാലൻസും ആസിഡ് ബേസ് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യും. Collecting duct maintains pH and ionic balance of the body of the blood by the secretion of hydrogen and potassium ions. Collecting ductum hydrogen ionsനെയും potassium ionsനും സെക്രേറ്റ് ചെയ്ത് ആ ഒരു പി എച്ചും അയണിക് ബാലൻസും ബ്ലഡിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. The next is counter current system. അപ്പോൾ യൂറിൻ ഫോർമേഷനിലുള്ളതാണ് കൗണ്ടർ കറന്റ് സിസ്റ്റം. നമ്മൾ കണ്ടു ഹെൻലേസ് ലൂപ്പും ഒരു യു ഷേപ്ഡ് ട്യൂബാണ്. ആ ഹെൻലേസ് ലൂപ്പിൻ്റെ പുറത്ത് അതേപോലെ റൺ ചെയ്യുന്ന പാരലായിട്ട് റൺ ചെയ്യുന്ന ട്യൂബാണ് വാസ റെക്ട. അപ്പോൾ ഹെൻലേസ് ലൂപ്പിലുള്ളത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണെങ്കിൽ വാസ റെക്ടയിലുള്ളത് ബ്ലഡ് ആണ്. അപ്പോൾ ഇത് രണ്ടും ആണ് യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കാണാം. ദ ഫ്ലോ ഓഫ് ദ ഫിൽട്രേറ്റ് ഇൻ ദ ടു ലിംസ് ഓഫ് ദ ഹെൻലേസ് ലൂപ്പ് ആൻഡ് ഫ്ലോ ഓഫ് ദ ബ്ലഡ് ത്രൂ ദ ടു ലിംസ് ഓഫ് വാസ റെക്ട ആർ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻസ്. ദിസ് ഇസ് കോൾഡ് കൗണ്ടർ കറന്റ് മെക്കാനിസം. അപ്പോൾ ഫിൽട്രേറ്റ് പാസ് ചെയ്യുന്നതും വാസ റെക്ടയിൽ, ദിസ് ഇസ് വാസ റെക്ട, ദിസ് ഇസ് ദ ഹെൻലേസ് ലൂപ്പ്. ഹെൻലേസ് ലൂപ്പിൽ ഫിൽട്രേറ്റ് പാസ് ചെയ്യുന്നതും വാസ റെക്ടയിൽ ബ്ലഡ് പാസ് ചെയ്യുന്നതും ഓപ്പോസിറ്റ് ഡിറക്ഷൻസിലാണ്. അത് രണ്ടും കൗണ്ടർ കറന്റ് ആണ്. അതിനെയാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഹെൻലേസ് ലൂപ്പും വാസ റെക്ടയും തമ്മിലാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം നടക്കുന്നത്. അത് യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Due to counter current and the proximity between Henle's loop and vasa recta, osmolarity increases from cortex to inner medullary interstitium. അപ്പോൾ ഈ കൗണ്ടർ കറണ്ട് കാരണവും മെക്കാനിസം കാരണവും ഹെൻലീസ് ലൂപ്പും വാസ റെക്ടയും വളരെ അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ടും മെഡുലറി ഇൻഡസ്ട്രീഷൻ്റെ ഓസ്മോളാരിറ്റി കോർട്ടെക്സ് റീജിയനിൽ അതിൻ്റെ ഓസ്മോളാരിറ്റി കൂടുന്നു. അപ്പോൾ അവിടെ ഒരു ഒരെണ്ണത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അവിടെ ഒരു ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അത് കാരണം സോഡിയം ക്ലോറൈഡും യൂറിയയാണ്. ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം അവിടെ സോഡിയം ക്ലോറൈഡും യൂറിയയുമാണ്. സോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ ദ അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ് ദാറ്റ് ഈസ് എക്സ്ചേഞ്ച് വിത്ത് ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്ട. അപ്പോൾ ഹെൻലീസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബും വാസ റെക്ടയുടെ ഡിസെൻഡിങ് ലിംബും തമ്മിലാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. സോഡിയം ക്ലോറൈഡ് ഹെൻലീസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബ് എവിടേക്ക് കൊടുക്കും? വാസ റെക്ടയുടെ ഡിസെൻഡിങ് ലിംബിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യും. ഈ സോഡിയം ക്ലോറൈഡ് തിരിച്ച് എന്ത് ചെയ്യും? വാസ റെക്ടയുടെ അസെൻഡിങ് ലിംബ് മെഡുലറി ഇൻഡസ്ട്രീഷ്യസിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ എക്സ്ചേഞ്ച് നടക്കുന്നത് ഹെൻലീസ് ലൂപ്പും വാസ റെക്ടയും തമ്മിൽ. അതിൽ തന്നെ ഹെൻലീസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബ് സോഡിയം ക്ലോറൈഡിനെ വാസ റെക്ടയുടെ ഡിസെൻഡിങ് ലിംബായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇനി വാസ റെക്ടയുടെ അസെൻഡിങ് ലിംബ് ഈ സോഡിയം ക്ലോറൈഡിനെ തിരിച്ച് മെഡുലറി ഇൻഡസ്ട്രീഷ്യസിലേക്ക് കൊടുക്കുന്നു. സിമിലർലി സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ, ചെറിയ എമൗണ്ട് യൂറിയയും അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പിലേക്ക് വരും. അത് ഇതുപോലെ തന്നെ തിരിച്ച് ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എക്സ്ചേഞ്ച് നടക്കുക. അപ്പോൾ എക്സ്ചേഞ്ച് നടക്കുന്നത് ഏതൊക്കെ ലിംബുകൾ തമ്മിലാണ് എന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ. Thus, electrolytes and urea are retained in the interstitium. അപ്പോൾ ഇതെല്ലാം തിരിച്ച് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് തിരിച്ച് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇറ്റ് എനേബിൾസ് ഈസി പാസേജ് ഓഫ് വാട്ടർ ഫ്രം ദ കളക്ടിങ് ട്യൂബ്യൂൾ ടു കോൺസെൻട്രേറ്റ് ദ ഫിൽട്രേറ്റ്. അപ്പോൾ കളക്ടിങ് ട്യൂബ് ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലുള്ള ഫ്ലൂയിഡിലുള്ള കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ കളക്ടിങ് ട്യൂബിളിൽ നിന്ന് വാട്ടർ ഈസി ആയിട്ട് പാസ് ചെയ്യും. അപ്പോൾ യൂറിൻ അല്ലെങ്കിൽ ഫിൽട്രേറ്റ് കോൺസെൻട്രേറ്റഡ് ആയി മാറുന്നു. അതിലുള്ള എക്സസ് വാട്ടറൊക്കെ ഈസിലി പാസ് ചെയ്യാൻ സാധിക്കും. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഇലക്ട്രോലൈറ്റ്സിൻ്റെയും യൂറിയയുടെയും ആ ഒരു ബാലൻസ് അത് തിരിച്ച് മെഡുലറി ഇൻഡസ്ട്രീഷ്യസിലേക്ക് എത്തുന്നതുകൊണ്ട് അവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേഡിയൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഈസിലി വാട്ടർ മോളിക്യൂൾസിന് പാസ് ചെയ്യാൻ സാധിക്കുക. Thus, DCT and collecting duct produce urine
4 times concentrated than the initial filtrate formed. അപ്പോൾ ആദ്യം ബൗമൻസ് ക്യാപ്സ്യൂളിലേക്ക് ഗ്ലോമറോളസിൽ നിന്ന് ഫോം ചെയ്ത ഫിൽട്രേറ്റിനേക്കാളും 4 times കോൺസെൻട്രേറ്റഡ് ഫിൽട്രേറ്റ് ആണ് ഫൈനലി കളക്ടിങ് ഡക്റ്റിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. കാരണം അവിടെ നിന്നുള്ള വാട്ടറൊക്കെ കുറേ റിമൂവ് ചെയ്ത് അതിലേക്ക് കുറേ അയോൺസ് ഒക്കെ കൊടുത്ത് യൂറിയൊക്കെ കൊടുത്ത് അതിനെ ഒരു കോൺസെൻട്രേറ്റഡ് ആക്കി മാറ്റുക ചെയ്യാം. സോ ഫൈനലി ആ യൂറിൻ ഫോം ചെയ്ത് കഴിഞ്ഞു. ഗ്രാജുവൽ ഫില്ലിംഗ് ഓഫ് യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡർ സ്ട്രെച്ച് ചെയ്യും. സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഓൺ ഇറ്റ്സ് വാൾ സെൻഡ് ഇമ്പൾസസ് ടു CNS. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് മെസ്സേജ് കിട്ടും. സെൻട്രൽ നെർവസ് സിസ്റ്റം പാസസ് ടു മോട്ടർ മെസ്സേജസ്. മോട്ടർ ന്യൂറോൺസിലേക്ക് മെസ്സേജ് കൊടുക്കും. ദെൻ കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഓഫ് ദ ബ്ലാഡർ ആൻഡ് സൈമൾട്ടേനിയസ് റിലാക്സേഷൻ ഓഫ് യൂറിത്രൽ സ്പിങ്ചർ. അപ്പോൾ സ്മൂത്ത് മസിൽസ് കൺട്രാക്ട് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ യൂറിത്രൽ സ്പിങ്ചർ എന്ന വാൽവ്, ആ വാൽവ് റിലാക്സ് ചെയ്യും. ദെൻ യൂറിന് റിലീസ് ചെയ്യുന്നു. യൂറിനറി ബ്ലാഡർ ഫിൽ ചെയ്ത ഉടനെ തന്നെ സിഗ്നൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കിട്ടും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ മെസ്സേജ് അനുസരിച്ചാണ് യൂറിനറി ബ്ലാഡറിൻ്റെ മസിൽസ് കൺട്രാക്ട് ചെയ്യുക. ഉടനെ തന്നെ അവിടെ വാൽവ് ഓപ്പൺ ചെയ്തിട്ട് മിക്ചുറേഷൻ എന്ന പ്രോസസ്സാണ്, യൂറിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് മിക്ചുറേഷൻ. ദ ന്യൂറൽ മെക്കാനിസം കോസിങ് മിക്ചുറേഷൻ ഇസ് കോൾഡ് മിക്ചുറേഷൻ റിഫ്ലെക്സ്. അപ്പോൾ യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു തോന്നൽ, ന്യൂറൽ മെക്കാനിസം, അതിനെയാണ് മിക്ചുറേഷൻ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ആ തോന്നൽ വരെ എപ്പോഴാണ് യൂറിനറി ബ്ലാഡർ ഫുൾ ആവുന്നത്, അപ്പോഴാണ് ഈ റിഫ്ലെക്സ് ഉണ്ടാവുക. An adult human excretes 1 to 1.5 liters of urine per day. അപ്പോൾ ഒരു അഡൾട്ട് ഹ്യൂമൻ ബീയിങ് ഒരു ദിവസം 1 to 1 liters യൂറിൻ റിലീസ് ചെയ്യുന്നുണ്ട്. യൂറിൻ്റെ കളറ് ഓൾമോസ്റ്റ് ലൈറ്റ് യെല്ലോ കളേർഡ് ആണ്, സ്ലൈറ്റ്ലി അസിഡിക് ആണ്. അതിനൊരു ക്യാരക്ടറിസ്റ്റിക് ഒരു സ്പെഷ്യൽ ഒരു പ്രത്യേക ഓർഡർ ഉണ്ട്, സ്മെല്ലൊക്കെ ഉണ്ട്. വേരിയസ് കണ്ടീഷൻസ് എഫക്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂറിൻ. അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലും ഒക്കെ യൂറിനിൽ മാറ്റങ്ങൾ കാണാം. കാരണം പലപ്പോഴും ഡോക്ടേഴ്സിനൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യൂറിനൊക്കെ അനാലിസിസ് ചെയ്യും. സോ യൂറിൻ അനാലിസിസ് ഹെൽപ്സ് ഇൻ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഓഫ് മെനി മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആൻഡ് മാൽ ഫങ്ഷനിങ് ഓഫ് ദ കിഡ്നി. യൂറിൻ അനാലിസിസ് നടത്തിയാൽ എന്തെങ്കിലും മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആൾക്കുണ്ടെങ്കിലും കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒക്കെ അറിയാൻ സാധിക്കും. എക്സാമ്പിൾ ഗ്ലൈക്കോസൂറിയ, പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ്. യൂറിനിൽ ഗ്ലൂക്കോസിൻ്റെ അംശം ഉണ്ടെങ്കിൽ ആൾക്ക് ഗ്ലൈക്കോസൂറിയ എന്ന അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന പ്രശ്നം ഉണ്ടെന്നറിയാം. കീറ്റോനൂറിയ, കീറ്റോൺ ബോഡീസ് ഉണ്ടെങ്കിൽ, ഈ രണ്ടും എന്തിൻ്റെ ഇൻഡിക്കേഷനാണ്? ഡയബറ്റിസ് മെലിറ്റസ് എന്ന അസുഖത്തിൻ്റെ ഇൻഡിക്കേഷനാണ്. ഗ്ലൂക്കോസും കീറ്റോൺ ബോഡീസും യൂറിനിലുണ്ടെങ്കിൽ. അപ്പോൾ യൂറിൻ അനാലിസിസ് നമുക്ക് ഒരുവിധം എല്ലാ അസുഖങ്ങളും ഡയഗ്നോസ് ചെയ്യാൻ സഹായിക്കും. ദെൻ റോൾ ഓഫ് ലങ്സ് ആൻഡ് ലിവർ ഇൻ എക്സ്ക്രീഷൻ. ലങ്സ് എന്ത് ചെയ്യും? റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് എക്സ്ക്രീഷൻ തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ റിമൂവ് ചെയ്യാൻ സഹായിക്കും. ലിവർ ആണെങ്കിലോ ഇറ്റ് സെക്രീറ്റ്സ് ബൈൽ കണ്ടെയ്നിങ് ബിലിറൂബിൻ ആൻഡ് ബിലിവേർഡിൻ, കൊളസ്ട്രോൾ, ഡീഗ്രേഡഡ് സ്റ്റിറോയിഡ് ഹോർമോൺസ്, വൈറ്റമിൻസ് ആൻഡ് ഡ്രഗ്സ്. മോസ്റ്റ് ഓഫ് ദം പാസ് ഔട്ട് അലോങ് വിത്ത് ദ ഡൈജസ്റ്റീവ് വേസ്റ്റ്. ഇതെല്ലാം പുറത്തേക്ക് കളയാനുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം എന്ത് ചെയ്യും? ഡൈജസ്റ്റീവ് വേസ്റ്റിനോട് പുറത്തേക്ക് കളയും. അപ്പോൾ ഇതൊക്കെയാണ് ലങ്സിൻ്റെയും ലിവറിൻ്റെയും റോള് ഡൈജഷനിൽ. അതുപോലെ തന്നെ സ്കിന്നിന് റോളുണ്ട്. ദ സ്വെറ്റ് കണ്ടെയ്ൻസ്, നമ്മൾ വിയർക്കുമ്പോൾ അവിടെ വാട്ടർ, സോഡിയം ക്ലോറൈഡ്, ചെറിയ എമൗണ്ട്സ് യൂറിയ, ലാക്റ്റിക് ആസിഡ് ഒക്കെ പുറത്തേക്ക് കയറുന്നുണ്ട്. അതും എക്സ്ക്രീഷനാണ്. ദെൻ സ്വെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിയർക്കുമ്പോൾ ബോഡിക്ക് ഒരു കൂളിംഗ് ഇഫക്റ്റും ഉണ്ടാവും. ദെൻ സെബേഷ്യസ് ഗ്ലാൻസ്, നമ്മുടെ സ്കിന്നിൽ കാണുന്ന സെബേഷ്യസ് ഗ്ലാൻസ്, സ്റ്റിറോൾസ്, ഹൈഡ്രോ കാർബൺസ്, പിന്നെ വാക്സസ്, ഇതൊക്കെ സിബത്തിൽ കൂടെ നമ്മുടെ ഒരു ഓയിലി സെക്രീഷനാണ്, അതിൽ കൂടെ റിലീസ് ചെയ്യും, പുറത്തേക്ക് കളയും. ദ സിബം പ്രൊവൈഡ്സ് എ പ്രൊട്ടക്റ്റീവ് ഓയിലി കവറിങ് ഫോർ ദ സ്കിൻ. സിബം സെക്രീഷൻ കൂടുമ്പോഴാണ് സ്കിന്നൊക്കെ വളരെ ഓയിലി ആയിട്ടിരിക്കുക. അപ്പോൾ സിബം കളയുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ചും കൂടി ബോഡിയിൽ ഇത് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ അതിനും ഒരു എക്സ്ക്രീറ്ററി റോൾ ഉണ്ട് ബോഡിയിൽ. ദെൻ സലൈവ എലിമിനേറ്റ് സ്മോൾ എമൗണ്ട്സ് ഓഫ് നൈട്രജനസ് വേസ്റ്റ്. അപ്പോൾ ഉമിനീരിൽ കൂടെയും കുറച്ച് നൈട്രജനസ് വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ. എങ്ങനെയാണ് കിഡ്നി ഫംഗ്ഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്? That we can see in the next class.